നമസ്കാരം കൂട്ടുകാരെ, 2011 പുറത്തിറങ്ങിയ ചലച്ചിത്രം റീകോയിലിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 3 യുവാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ 3 പേരും ഒന്നിച്ച് കാടിനുള്ളിൽ വേട്ടയ്ക്കിറങ്ങിയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കൂട്ടത്തിലെ ഡെയിൽ എന്ന വ്യക്തി ഒരു മൃഗത്തെ കണ്ട് അതിനെ ചേസ് ചെയ്ത് കൂട്ടത്തിൽ നിന്ന് വഴിമാറിയോടി. ഒടുവിൽ ഡെയിൽ ആ മൃഗത്തെ കണ്ടെത്തി ഷൂട്ട് ചെയ്യാൻ തയ്യാറായി നിന്നു. പക്ഷെ പെട്ടെന്ന് തല മൊട്ടയടിച്ച് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ഡെയിലിനെ കടന്നാക്രമിക്കുകയുമാണ്. ആ മലഞ്ചെരുവിന് മുകളിൽ നിന്ന് ഡെയിലിനെ താഴേക്ക് തള്ളിയിട്ട് അയാൾ ഡെയിലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. റയാൻ വേരറ്റ് എന്നായിരുന്നു അയാളുടെ പേര്. റയാൻ വേരറ്റിനെ പറ്റി പിന്നാലെ നമ്മൾ മനസ്സിലാക്കുകയാണ്. റയാൻ വേരറ്റ് മുമ്പൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ കുറെ നാളുകൾക്ക് മുമ്പ് അയാളുടെ കുടുംബം ഒന്നടങ്കം കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിനാൽ കൊല്ലപ്പെട്ടു. അന്നു മുതൽ ക്രിമിനൽസിനോട് വല്ലാത്തൊരു പകയാണ് റയാനുള്ളത്. അത്തരത്തിലുള്ള ക്രിമിനൽസുകളെ മുഴുവൻ അയാൾ കൊന്നുവരികയായിരുന്നു. ഡെയിലിനെ കൊന്നതിന് പിന്നിലും അയാൾക്കൊരു കാരണമുണ്ട്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കുറ്റത്തിലെ പ്രതിയായിരുന്നു ഡെയിൽ. റയാന്റെ കുടുംബത്തെ വകവരുത്തിയ കൂട്ടത്തിലും ഡെയിൽ ഉണ്ടായിരുന്നു. ഡെയിലിനെ കൊന്ന ശേഷം ഹോപ്പ് എന്നു പേരുള്ള മറ്റൊരു നഗരത്തിലേക്ക് റയാൻ ഡ്രൈവ് ചെയ്തു പോയി. ഹോപ്പ് എന്ന ആ നഗരം കൺട്രോൾ ചെയ്തിരുന്നത് അവിടുത്തെ ബൈക്കർ ഗ്യാങ് ആയിരുന്നു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ആ ഗ്യാങ്ങിനെ ഭയപ്പെട്ടിരുന്നു. റയാനും അതിനെപ്പറ്റി ധാരണകളൊക്കെയുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരുന്നു റയാൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. യാത്രാമധ്യേ റയാൻ ഒരു ഗ്യാസ് സ്റ്റേഷനിലെത്തി. ആ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും തനിക്കാവശ്യമായ കുറച്ച് സാധനങ്ങളും വാങ്ങി ആ സ്റ്റോറിന്റെ ഉടമയായ കിർബിയോട് റയാൻ സംസാരിക്കുകയാണ്. കിർബിയിൽ നിന്നും അവിടുത്തെ താമസ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു മോട്ടലിന്റെ കാര്യവും റയാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ മോട്ടൽ നടത്തിയിരുന്നത് ഡാർസി എന്നൊരു യുവതിയായിരുന്നു. റയാൻ അങ്ങോട്ടേക്കെത്തി. മോട്ടലിൽ മറ്റ് ഗസ്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൊതുവെ ഇപ്പോൾ ഹോപ്പിലേക്ക് ആളുകൾ ഗസ്റ്റുകളായി എത്തുന്നത് കുറവാണ്. അതുകൊണ്ടാണ് ആളില്ലാത്തത് എന്ന സംസാരമധ്യേ റയാൻ മനസ്സിലാക്കി. പ്രശ്നം നിറഞ്ഞ ആ ടൗണിലേക്ക് റയാൻ എത്തിച്ചേർന്നതിൽ പോലും ഡാർസിക്ക് അതിശയമുണ്ടായിരുന്നു. എന്ത് കാര്യത്തിനാണ് റയാൻ അവിടെ എത്തിയിരിക്കുന്നത് എന്ന് ഡാർസി റയാനോട് ചോദിച്ചു. തനിക്കവിടെ കുറച്ച് ബിസിനസ് പരിപാടികളുണ്ട് എന്ന് മാത്രമായിരുന്നു റയാൻ മറുപടി പറഞ്ഞത്. മറുവശത്ത് FBI ഏജന്റായ ഫ്രാങ്കിന്റെ നേതൃത്വത്തിൽ ചില അന്വേഷണത്തിലെ ഡിസ്കഷൻസ് നടക്കുകയായിരുന്നു. ലൈംഗിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഡെയിൽ എന്ന വ്യക്തിയെ കണ്ടെത്തണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഡിസ്കഷൻ നടന്നിരുന്നത്. ആ സമയം മറ്റൊരു ഏജന്റ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഡെയിൽ കൊല്ലപ്പെട്ട വിവരം ആ ഓഫീസർ അവരെയൊക്കെ അറിയിക്കുകയാണ്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 3 കൊല്ലങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2009 റയാൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഡെല്ലാസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മികവുറ്റ ഒരു ഓഫീസർ. റയാന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുമ്പോഴാണ് ഒരു ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണം സംഭവിക്കുന്നത്. തോക്കുകളുമായി കടന്നുവന്ന ആ ക്രിമിനലുകൾ അവിടെ വലിയൊരു ഷൂട്ടൌട്ട് തന്നെ നടത്തി. ആക്രമിക്കാനെത്തിയ ആ സംഘത്തിന്റെ ലീഡർ ഡ്രേക്ക് സാന്റിയാഗോ എന്നു പേരുള്ള വ്യക്തിയായിരുന്നു. മുമ്പിതേ ഡ്രേക്കിനെ കുറ്റകൃത്യത്തിന്റെ പേരിൽ റയാൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അതിനുള്ള പ്രതികാര നടപടിയായിരുന്നു ഡ്രേക്കിന്റെയും സംഘത്തിന്റെയും ഭാഗത്തുനിന്ന് സംഭവിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ നിന്ന കൂട്ടത്തിലെ ഓരോ പോലീസുകാരെയും ആ പാർട്ടിയിൽ വെച്ച് ഡ്രേക്ക് വകവരുത്തിയിരുന്നു. ആ ഷൂട്ടൌട്ടിനിടയിൽ റയാന്റെ ഫാമിലി കൊല്ലപ്പെട്ടു. റയാനും ഷൂട്ടേറ്റ് താഴെ വീണു. പക്ഷേ എന്നിരുന്നാലും ആ ഷൂട്ടൌട്ടിൽ നിന്നും റയാൻ മാത്രം സർവൈവ് ചെയ്തിരുന്നു. പോലീസ് സംഘത്തിനോ നിയമത്തിനോ ആ ക്രിമിനലുകൾക്ക് അർഹിച്ച ശിക്ഷ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയ റയാൻ ഡെല്ലാസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിട്ട് ലീവ് എടുത്തിറങ്ങുകയായിരുന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രം, ആ ആക്രമണം നടത്തിയ ഓരോ ക്രിമിനലുകളെയും തേടി കണ്ടുപിടിച്ച് കൊലപ്പെടുത്തുക. കഥ പ്രസന്റിലേക്ക് തിരികെ എത്തുന്നു. റയാൻ പതിവ് പോലെ പുറത്തിറങ്ങി കാർ ഓടിച്ച് ടൗൺ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. ആ സമയം ഒരു കെട്ടിടത്തിന്റെ പുറത്ത് കുറെ ബൈക്കുകൾ ഇരിക്കുന്നത് റയാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയമായിരുന്നു ബൈക്കർ ഗ്യാങ്ങിലെ ഒരു മെമ്പർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തെത്തിയ ബൈക്കർ ഗ്യാങ്ങിലെ ആ മെമ്പർ നോക്കി ഒരു നായ വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾക്കത് ഇഷ്ടമായില്ല. നായയെ വെടിവെച്ചു കൊല്ലുവാൻ അയാൾ തന്റെ തോക്കെടുത്തു. പക്ഷേ വെടിയുതിർക്കാൻ അയാൾ തയ്യാറായതും റയാൻ കടന്നു വരികയാണ്. റയാൻ അയാളെ മർദ്ദിച്ചു. അവിടെ നടന്ന ആ ഏറ്റുമുട്ടലിന്റെ ശബ്ദം മറ്റ് ബൈക്കർ ഗ്യാങ് മെമ്പേഴ്സിലേക്കും എത്തിയിരുന്നു. അകത്തുനിന്നും അവർ പുറത്തേക്കിറങ്ങി വരികയാണ്. ഇറങ്ങി വന്നവരുടെ കൂട്ടത്തിൽ ബൈക്കർ ഗ്യാങ്ങിന്റെ തലവൻ ഡ്രേക്കും ഉണ്ടായിരുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഡ്രേക്ക് ഇറങ്ങി വന്ന് തന്റെ ആളോടും റയാനോടുമായി ചോദിച്ചു. ആ നിമിഷത്തിൽ റയാനെ കണ്ടിട്ടും ഡ്രേക്ക് റയാനെ ഓർക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. 3 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞല്ലോ. മാത്രമല്ല അന്ന് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ഓഫീസേഴ്സിൽ ഒരാൾ മാത്രമായിരുന്നു റയാനും. റയാൻ വളരെ കാഷ്വലായി ഡ്രേക്കിന് മുമ്പിൽ നിന്നു. ഡ്രേക്കും എന്തോ നല്ല മൂഡിലായിരുന്നു. പ്രശ്നമുണ്ടാക്കാതെ ഒക്കെ അവിടെ വിട്ട് റയാനെയും വെറുതെ വിട്ട് ഡ്രേക്ക് അവിടെ നിന്ന് പോവുകയാണ്. അന്ന്
ഡ്രേക്കിന് മറ്റ് ചില പ്രധാന സംഗതികളും കൂടി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും റയാന്റെ കാര്യത്തിൽ ഡ്രേക്കിന് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ വലങ്കയ്യായ യങ്ങർ ബ്രദർ റെക്സോക്കെടുത്ത് റയാന് മേലൊരു കണ്ണുവെച്ചേക്കണം എന്ന് ഡ്രേക്ക് പ്രത്യേകം പറഞ്ഞു. അടുത്ത ദിവസം ഒരു സംഭവ വിവരവുമായി റെക്സോ ഡ്രേക്കിനെ വന്ന് കാണുകയാണ്. അവിടുത്തെ ഒരു ക്ലബ് ഓണർ തങ്ങൾക്ക് തരാനുള്ള ഹുണ്ടിപ്പണം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അതോടെ ഡ്രേക്ക് ആ ക്ലബ് ഓണറെ വിളിച്ചു വരുത്തുകയാണ്. ഡ്രേക്ക് അയാളെ ഒരു 1 റൗണ്ട് ബോക്സിംഗ് മാച്ചിന് ക്ഷണിച്ചു. ആ മാച്ചിൽ ഡ്രേക്കിനെ ഇടിച്ചിട്ട് അയാൾ വിജയിച്ചാൽ അയാൾ പിന്നീട് ഹുണ്ടിപ്പണം കൊടുക്കുകയേ വേണ്ട. ആദ്യമൊന്ന് ഭയന്നു നിന്നെങ്കിലും ആ ഒരു ഓഫർ കേട്ടതോടെ അയാൾ ഫൈറ്റിന് തയ്യാറാകുന്നു. കാര്യം ഡ്രേക്ക് അല്പം പ്രായമേറിയ വ്യക്തിയാണെങ്കിലും അയാൾ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. തന്നേക്കാൾ വലിപ്പമുള്ള എതിരാളിയായ ക്ലബ് ഓണറെ ഡ്രേക്ക് വളരെ എളുപ്പത്തിൽ ഇടിച്ചു വീഴ്ത്തുകയാണ്. ക്രൂരമായി അയാളെ മർദ്ദിച്ചെങ്കിലും അയാളെ കൊല്ലാനൊന്നും ഡ്രേക്ക് മുതിർന്നില്ല. ഡ്രേക്ക് അയാളെ പറഞ്ഞുവിട്ടു. കാരണം കൊന്നാൽ അതോടെ അയാളിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നിൽക്കുമല്ലോ. ഡ്രേക്കിനാണെങ്കിൽ പണം പിരിക്കുവാൻ അയാളെ ആവശ്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരേ സമയം ക്രൂരമായും ബുദ്ധിപരമായിട്ടുമായിരുന്നു ഡ്രേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഹുണ്ടിപ്പിരിവിനും ആളുകളെ ഭീഷണിപ്പെടുത്തിയുള്ള പണപ്പിരിവിനും അപ്പുറം ഡ്രേക്കിനും സംഘത്തിനും പണമുണ്ടാക്കാൻ മറ്റു ചില പരിപാടികളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മയക്കുമരുന്ന് ഇടപാടുകളായിരുന്നു. സ്വന്തമായി ഒരു മയക്കുമരുന്ന് നിർമ്മാണശാല വരെ അവർക്കുണ്ടായിരുന്നു. ഡ്രേക്കിന്റെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ റെക്സോ റയാനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാത്രിയിൽ റെക്സോ ഡാർസിയുടെ മോട്ടലിലേക്ക് എത്തി. തലമുട്ടയടിച്ച് റയാൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ എവിടെയാണോ ഉള്ളത് എന്ന് ഡാർസിയോട് ചോദിച്ചു. ഡാർസി അതിന് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. അതോടെ റെക്സോ ഡാർസി ഒന്ന് വിരട്ടുകയാണ്. അതോടെ ഡാർസി അല്പം ഭയപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും റയാനെ പറ്റി ഒന്നും തന്നെ ഡാർസി പറയുന്നില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ റയാൻ ഉണ്ടായിരുന്നു. റയാൻ താഴേക്ക് ഇറങ്ങി വന്ന് തോക്കുമായി നിന്നിരുന്ന റെക്സോയെ കടന്നാക്രമിച്ചു. റെക്സോയെ റയാൻ അടിച്ചിട്ടത് കണ്ടതും ഭയന്ന ഡാർസി റയാനടുക്കൽ ഇയാൾ ഇവിടുത്തെ ബൈക്കർ ഗ്യാങ്ങിന്റെ തലവൻ ഡ്രേക്കിന്റെ യങ്ങർ ബ്രദർ ആണെന്ന് പറഞ്ഞു. തന്റെ സഹോദരൻ ഇത്തരത്തിൽ മർദ്ദിക്കപ്പെട്ടെന്നറിഞ്ഞാൽ ഡ്രേക്ക് പ്രതികാരത്തിനെത്തും എന്നും ഭയത്തോടെ ഡാർസി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ റയാനെ സംബന്ധിച്ച് അതൊന്നും വിഷയമേ ആയിരുന്നില്ല. റെക്സോയെ പൊക്കിയെടുത്ത് റയാൻ അവിടെ നിന്ന് കൊണ്ടുപോയി. അവനുമായി റയാൻ എത്തിച്ചേർന്നത് അവരുടെ തന്നെ മയക്കുമരുന്ന് നിർമ്മാണശാലയുടെ മുമ്പിലേക്കായിരുന്നു. റെക്സോയെ തന്റെ കാറിന്റെ മുമ്പിൽ വെച്ചുകെട്ടി സ്ഫോടക വസ്തുക്കളും നിറച്ച് റയാൻ ആ കാർ അവരുടെ മയക്കുമരുന്ന് ശാലയിലേക്ക് ഓടിച്ചുവിട്ടു. റെക്സോയെ കെട്ടിനിർത്തിയ റയാന്റെ കാർ മയക്കുമരുന്ന് ശാലയിലേക്ക് ഇടിച്ചു കയറി വലിയൊരു സ്ഫോടനം സംഭവിച്ച് ആ മയക്കുമരുന്ന് നിർമ്മാണശാല തന്നെ ഇല്ലാതാവുകയാണ്. റെക്സോ കൊല്ലപ്പെടുകയും ചെയ്തു. റയാൻ ആ കാഴ്ച കണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സ്ഫോടനം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ഡ്രേക്കിനും മറ്റുള്ളവർക്കും വിവരം വന്നെത്തുകയാണ്. അതോടെ ബൈക്കർ ഗ്യാങ് സംഘടിച്ച് തങ്ങളുടെ മയക്കുമരുന്ന് ശാലയുടെ ഭാഗത്തേക്ക് പാഞ്ഞെത്തി. പക്ഷേ അപ്പോഴേക്കും ഒക്കെയും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. തീ കത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഫാക്ടറി മാത്രമായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് പോലീസ് ഷെരീഫും സംഘവും എത്തി. പോലീസ് ഷെരീഫ് എത്തിയത് കണ്ട് ഡ്രേക്ക് ഷെരീഫിന്റെ അടുത്തേക്കെത്തി ഷെരീഫിനെ ഭീഷണിപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. നടക്കുന്ന കാര്യങ്ങളിലൊന്നും പോലീസുകാർ ഇടപെടണ്ടെന്നും ഇടപെട്ടാൽ നിങ്ങളുടെയൊക്കെ കുടുംബമടക്കം ഇല്ലാതാകും എന്നായിരുന്നു ഡ്രേക്ക് പറഞ്ഞത്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നും ഡ്രേക്ക് ഷെരീഫിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകണ്ട, ഗ്യാങ്സ്റ്റേഴ്സ് അവരുടെ രീതിയിൽ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർ അടങ്ങിക്കോളും, തങ്ങൾ എതിരിൽ നിന്നാൽ വയലൻസ് കൂടുകയേയുള്ളൂ എന്ന് ചിന്തിച്ച ഷെരീഫ് അതോടെ അവിടെ നിന്നും മടങ്ങുകയാണ്. തന്റെ ജീവനും കുടുംബത്തിന്റെ ജീവനുമോർത്ത് ഷെരീഫിന് ഭയമുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രതികാരം ചെയ്യുമെന്ന് ഓരോ ബൈക്കർ ഗ്യാങ് മെമ്പേഴ്സും പ്രതിജ്ഞ ചെയ്തു. അടുത്ത ദിവസം ഡ്രേക്കിന്റെ സംഘത്തിന്റെ മയക്കുമരുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 3 ട്രക്കുകൾ റയാൻ കാണുകയാണ്. സൈലന്റായി റയാൻ ആ 3 ട്രക്കുകളെയും ഫോളോ ചെയ്തു. ഒരു ഘട്ടത്തിൽ ഏറ്റവും പിന്നിൽ വന്നിരുന്ന ട്രക്കിന്റെ ടയർ റയാൻ പഞ്ചറാക്കി. അതോടെ ട്രക്ക് കുതിക്ക് ഡ്രൈവർ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയ ഡ്രൈവറെ റയാൻ കടന്നെത്തി ആക്രമിച്ചു. പിന്നെ വൈകിയില്ല, ആ ട്രക്കടക്കം റയാൻ സ്ഫോടനത്തിന് വിധേയമാക്കി. ഡ്രേക്കിന്റെ ഒരു ഗ്യാങ് മെമ്പർ ആ സ്ഫോടനം നേരിട്ട് കണ്ടിരുന്നു. ഉടൻ തന്നെ ഡ്രേക്കിനടുത്തെത്തി അയാളത് റിപ്പോർട്ട് ചെയ്തു. ആ ട്രക്കിനകത്ത് മുഴുവൻ മയക്കുമരുന്നായിരുന്നു. ആ സ്ഫോടനത്തിലൂടെ കോടികളാണ് അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡ്രേക്കിന് ഭ്രാന്ത് പിടിക്കുന്ന പോലായി. വല്ലാത്തൊരു ദേഷ്യവും വൈരാഗ്യബുദ്ധിയും അയാളുടെ ഉള്ളിൽ വളർന്നു. ആരാണിത് പ്രവർത്തിച്ചത് എന്ന് ഡ്രേക്കിന് അറിയണമായിരുന്നു. അതോടെ ഡ്രേക്ക് തന്റെ അന്വേഷണം തുടങ്ങുകയാണ്. അന്വേഷണത്തിൽ റയാനെ പറ്റിയുള്ള സൂചനകൾ ഡ്രേക്കിന് കിട്ടിയിരുന്നു. അത് ഉറപ്പിക്കുവാൻ റയാൻ ആരെന്നറിയുവാൻ ഡ്രേക്ക് അവിടുത്തെ വിവരം ലഭിക്കാവുന്ന ഒരേ ഒരു വ്യക്തിയായ കിർബിയെ പിടിച്ച് തന്റെ അടുത്തേക്ക്
എത്തിക്കുകയാണ്. റയാനെപ്പറ്റി വിവരങ്ങൾ കണ്ടെത്താനും റയാനെപ്പറ്റി അന്വേഷിക്കാനും തന്റെ കൂടെ ചേർന്ന് സഹായിക്കണം എന്ന് കിർബിയോട് ഡ്രേക്ക് ആവശ്യപ്പെട്ടു. റയാനാണ് കുറ്റക്കാരനെങ്കിൽ ഡ്രേക്ക് റയാനെ കൊല്ലും. കിർബിയുടെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഡ്രേക്കിനെ കിർബിക്ക് വല്ലാതെ ഭയവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രേക്ക് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ കിർബി ഒരുക്കവുമായി. അതുകൊണ്ട് തന്നെ കിർബി റയാനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. പാർക്ക് ചെയ്തിരുന്ന റയാന്റെ കാറിൽ പരിശോധനയ്ക്കായി കിർബി കയറി. കിർബി അങ്ങനെ റയാന്റെ കാർ നോക്കിക്കൊണ്ടിരിക്കെ പുറത്തേക്ക് വന്ന റയാൻ കിർബിയെ കൈയോടെ പിടികൂടിയിരുന്നു. കിർബി അല്പം നെർവസ് ആയെങ്കിലും ഓരോന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തു. റയാനെ ഒരു ഡ്രിങ്ക് കഴിക്കാം എന്ന് പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുമുണ്ടായി. റയാനും ക്ഷണം സ്വീകരിക്കുകയുമാണ്. അങ്ങനെ അവരിരുവരും കിർബിയുടെ വീട്ടിലേക്ക് എത്തി. പക്ഷേ റയാൻ ഒരു മണ്ടനൊന്നുമായിരുന്നില്ല. അവിടെ എത്തിയതിന് പിന്നാലെ നീ എന്തിനാണ് എന്റെ കാറ് പരിശോധിച്ചത് എന്ന് റയാൻ കിർബിയോട് ചോദിച്ചു. കിർബിക്ക് റയാന് മുമ്പിൽ സത്യം പറയാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഡ്രേക്ക് തന്നെ പിടിച്ചുകൊണ്ടുപോയ കാര്യവും റയാനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞ കാര്യവുമൊക്കെ കിർബി റയാനോട് പറഞ്ഞു. അവർ സംസാരിച്ചു നിർത്തിയതിന് പിന്നാലെ കിർബിയുടെ വീടിന് പുറത്ത് ഒരു മോട്ടോർ സൈക്കിൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഡ്രേക്കിന്റെ ആളായ ക്രാബായിരുന്നു അത്. റയാൻ അവിടുണ്ടെന്ന് മനസ്സിലാക്കി റയാനെതിരെ പ്രവർത്തിക്കുവാൻ റയാനെ ചലഞ്ച് ചെയ്യാൻ എത്തിയതായിരുന്നു അയാൾ. റയാനും ക്രാബും തമ്മിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് തന്നെ അരങ്ങേറി. പക്ഷേ എന്നിരുന്നാലും ക്രാബിനെ റയാൻ കൊന്നില്ല. അടിച്ചു വീഴ്ത്തിയ ശേഷം അവിടെ നിന്ന് പോവാൻ അനുവദിച്ചു. മറുവശത്ത് ഡ്രേക്ക് ആകട്ടെ ഷെരീഫിനെ കാണുകയായിരുന്നു. റയാനെപ്പറ്റി അന്വേഷിക്കാൻ ഡ്രേക്ക് ഷെരീഫിനെ ഏർപ്പാടാക്കിയിരുന്നു. കൈക്കൂലിക്കാരനായ ആ ഷെരീഫാകട്ടെ ഡ്രേക്കിനെ കണ്ട് റയാനെപ്പറ്റി അറിയാവുന്ന കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റയാൻ ഒരു പഴയകാല പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഡ്രേക്ക് മനസ്സിലാക്കുകയാണ്. തന്റെ കുടുംബത്തിന്റെ മരണശേഷം അയാൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിട്ട് പോവുകയായിരുന്നു എന്നും ഷെരീഫിൽ നിന്ന് ഡ്രേക്ക് അറിഞ്ഞു. പിന്നാലെ പോലീസ് ഷെരീഫിന് കുറച്ച് പണവും കൊടുത്ത് ഡ്രേക്ക് അവിടെ നിന്ന് പോന്നു. അന്ന് രാത്രിയിൽ ഡ്രേക്കും ഡ്രേക്കിന്റെ കുറച്ച് ആളുകളും ചേർന്ന് കിർബിയുടെ വീട്ടിലേക്ക് എത്തി. റയാൻ കിർബിയുടെ വീട്ടിൽ വന്നിരുന്ന കാര്യമൊക്കെ ക്രാബിൽ നിന്നും ഡ്രേക്ക് അറിയുകയും ചെയ്തിരുന്നു. അത്രയും സമയം കൊടുത്തിട്ടും റയാനെപ്പറ്റി വിവരമൊന്നും പറഞ്ഞ് തന്റെ അടുക്കൽ എത്തിക്കാൻ കിർബിക്ക് സാധിച്ചില്ല എന്ന പേര് പറഞ്ഞ് ഡ്രേക്ക് കിർബിയെ വല്ലാതെ ഉപദ്രവിച്ചു. ഒടുവിൽ തന്റെ ആളോട് പറഞ്ഞ് കൊന്നുകളയുകയും ചെയ്തു. പിറ്റേന്ന് പകലിൽ കിർബിയുടെ മരണവിവരമറിഞ്ഞ് റയാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഡ്രേക്കും ആളുകളും ചേർന്നിട്ടാണ് കിർബിയെ കൊലപ്പെടുത്തിയത് എന്നും റയാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പിന്നെ വൈകിയില്ല. റയാൻ കാറെടുത്ത് ഡ്രേക്കിന്റെ ആളുകൾ ഉണ്ടാകാവുന്ന ക്ലബിലേക്ക് വെച്ചുപിടിച്ചു. അങ്ങോട്ടേക്ക് കയറി ചെന്നതും അവിടുണ്ടായിരുന്നവർക്കെതിരെ റയാൻ ഫൈറ്റ് ആരംഭിച്ചു. ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു അവിടെ നടന്നത്. ഫൈറ്റിനൊടുവിൽ ക്രാബിനെ പിടികൂടി തന്റെ കാറിന്റെ ഡിക്കിയിലടച്ച് റയാൻ അവിടെ നിന്ന് പോന്നു. ക്രാബുമായി റയാൻ വന്നെത്തിയത് ഡ്രേക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുമ്പിലേക്കായിരുന്നു. അവിടെ വെച്ച് ക്രാബിനെ കത്തിച്ച് റയാൻ കാറിൽ നിന്നും മോചിതനാക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട കയ്യാളായ ക്രാബ് അങ്ങനെ തന്റെ മുമ്പിൽ കത്തിയെറിഞ്ഞ് കൊല്ലപ്പെട്ടത് ഡ്രേക്കിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നു. തന്റെ ബാക്കി ഗ്യാങ്സ്റ്റർ ടീം അംഗങ്ങളെ വിളിച്ച് ആയുധങ്ങൾ തയ്യാറാക്കാനും റയാനെ വേട്ടയാടാൻ തയ്യാറാവാനും ഡ്രേക്ക് അതോടെ നിർദ്ദേശിച്ചു. രാത്രിയിൽ മോട്ടലിനുള്ളിൽ ഡാർസി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്ത് സംശയാതീതമായ തരത്തിൽ ചില ശബ്ദങ്ങൾ ഡാർസി കേട്ടു. ഉടൻ തന്റെ ഷോട്ട് ഗണ്ണെടുത്ത് ഡാർസി തയ്യാറായി. ആര് കടന്നു കയറി വന്നാലും അവരെ വെടിവെച്ച് കൊല്ലാനായിരുന്നു ഡാർസി ഉദ്ദേശിച്ചിരുന്നത്. റയാനും പുറത്തു നടക്കുന്ന ശബ്ദങ്ങൾ കേട്ടെത്തുന്നുണ്ട്. തന്റെ ശത്രുക്കളായിരിക്കും എത്തുന്നത് എന്ന് റയാൻ ഉറപ്പുണ്ടായിരുന്നു. കൂടുതൽ പേരുണ്ടായിരിക്കാം എന്ന് സംശയിച്ച റയാൻ ഡാർസിയോട് റിസപ്ഷൻ ഡെസ്കിന്റെ പിന്നിൽ കവർ ചെയ്തിരിക്കാൻ ആവശ്യപ്പെടുന്നു. കുറച്ച് നിമിഷങ്ങൾ പിന്നിട്ടതും മോട്ടലിന്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് പതിയെ ഡ്രേക്കിന്റെ ആളുകൾ അകത്തേക്ക് കയറാൻ ആരംഭിച്ചു. അവർ അടുത്തെത്തുന്നവരെ റയാൻ കാത്തുനിന്നു. അവർ അടുത്തെത്തിയതും ഡാർസിയോട് ലൈറ്റ് ഓഫ് ചെയ്യാൻ റയാൻ നിർദ്ദേശിച്ചു. ഡാർസിയും അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നാലെ റയാൻ അവരെ കടന്നാക്രമിക്കുകയാണ്. ഗൺഷോട്ടുകളും ഇടയ്ക്ക് കേൾക്കാമായിരുന്നു. കുറച്ചു സമയം പിന്നിട്ട് ഡാർസി ലൈറ്റ് ഓണാക്കി നോക്കിയതും വീണുകിടക്കുന്ന ഡ്രേക്കിന്റെ ആളുകളെയായിരുന്നു കണ്ടത്. പരിക്കൊന്നുമേക്കാതെ റയാൻ സുരക്ഷിതനായി നിൽക്കുന്നു. അവിടമിനി സുരക്ഷിതമല്ല എന്ന് റയാൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡാർസിയെയും കൂട്ടി റയാൻ പുറപ്പെട്ടു പോകുവാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ പുറത്ത് ഡ്രേക്കിന്റെ മറ്റാളുകൾ കാത്തുനിൽക്കുന്നുണ്ടാകും എന്ന് റയാൻ ചിന്തിച്ചിരുന്നില്ല. പുറത്തുണ്ടായിരുന്ന ഡ്രേക്കിന്റെ ആളുകൾ റയാൻ പുറത്തെത്തിയതും റയാനെ കടന്നാക്രമിച്ചു. ബോധരഹിതനാകുന്നവരെ അവർ റയാനെ അടിച്ചു. ഡാർസിയെ ബന്ദിയാക്കുകയും ചെയ്തു. ബോധം തെളിയുമ്പോൾ റയാൻ ഡ്രേക്കിന്റെ മുമ്പിലായിരുന്നു. ഡാർസിയെയും ഡ്രേക്കിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. റയാനെ കെട്ടിയിട്ടിരുന്നതുകൊണ്ട് റയാൻ അനങ്ങാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇരുവരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ ഡ്രേക്ക് അതിനു മുമ്പ് ഡാർസിയെ ഉപദ്രവിക്കുമെന്നും അത് റയാൻ കേൾക്കണം എന്നും പറഞ്ഞു. റയാനെയും കൈകാര്യം ചെയ്തേക്ക് എന്ന് പറഞ്ഞ് തന്റെ ഒരാളെ ഏൽപ്പിച്ച് ഡ്രേക്ക് അവിടെ നിന്ന് മാറുന്നു. ഡ്രേക്കിന്റെയാൾ റയാനെ മർദ്ദിച്ച് എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു. ഡാർസിയെ ആ സമയം മറ്റുള്ളവർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരുന്നു.
തുടങ്ങിയിരുന്നു. പക്ഷേ കുറച്ചു സമയം പിന്നിട്ടതും റയ്യാൻ തന്റെ ശക്തി ഉപയോഗിച്ച് കെട്ടിയിട്ടിരുന്ന കയർ പൊട്ടിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, എതിരിൽ നിന്ന് പയ്യനെ കണക്കിന് മർദ്ദിച്ച് താഴെ വീഴ്ത്തി പുറത്തേക്കെത്തിയതും താൻ എത്തപ്പെട്ടിരിക്കുന്നത് ഒരു ഷിപ്പിലാണ് എന്ന് റയ്യാൻ മനസ്സിലാക്കി. അതോടെ ഷിപ്പിന്റെ മുറികളിൽ ഡാർസിയെ റയ്യാൻ തിരയുകയാണ്. ഒടുവിൽ ഒരു മുറിയിൽ അടച്ചു വെക്കപ്പെട്ട രീതിയിൽ ഡാർസിയെ റയ്യാൻ കണ്ടെത്തി. ശേഷം അവരിരുവരും ഒന്നിച്ച് ഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി നോക്കാൻ ആരംഭിച്ചു. പക്ഷേ ഡ്രേക്ക് അങ്ങനെ അവരെ എളുപ്പത്തിൽ വിടാൻ ഒരുക്കമായിരുന്നില്ല. ഡ്രേക്കിന് മുമ്പിലേക്ക് തന്നെ അവരിരുവരും വന്നെത്തുകയുമാണ്. അവസാന പോരാട്ടത്തിനുള്ള സമയമായി എന്ന് റയ്യാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഡാർസിയോട് പോവാൻ പറഞ്ഞ് ഡ്രേക്കിനെതിരെ പൊരുതുവാൻ റയ്യാൻ തയ്യാറെടുത്തു നിന്നു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. കരുത്തുറ്റ രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടം. ഒരു ഘട്ടത്തിൽ ഡ്രേക്കിനെ അടിച്ച് റയ്യാൻ താഴെയിടുകയാണ്. പക്ഷേ ഡ്രേക്ക് ബോധം കിട്ടിയിരുന്നില്ല. ബോധം കിട്ടുന്നു കരുതി റയ്യാൻ തിരിഞ്ഞതും ഒരു കത്തിയുമെടുത്ത് റയ്യാനെ വെട്ടുവാൻ ഡ്രേക്ക് ആഞ്ഞു വന്നു. പക്ഷേ ഇതേ സമയം കേസ് അന്വേഷണം നടത്തിയിരുന്ന FBI ഏജന്റ് ഫ്രാങ്ക് ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഡ്രേക്ക് റയ്യാനെ വെട്ടാൻ തുടങ്ങുന്ന കാണുന്നതും ഫ്രാങ്ക് ഡ്രേക്കിന് നേരെ വെടിയുതിർത്തു. ആ ബുള്ളറ്റ് ഡ്രേക്കിന്റെ ജീവനെടുക്കുകയാണ്. കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോയിരുന്ന FBI അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സമയം അങ്ങോട്ടേക്ക് എത്തപ്പെട്ടിരുന്നത്. പല കൊലപാതകങ്ങൾക്കും പിന്നിൽ റയ്യാൻ ഉണ്ടെന്ന് ഫ്രാങ്കിന് അറിയാമായിരുന്നു. എന്നിരുന്നാലും റയ്യാന്റെ ഭാഗത്തെ നീതി അറിയാമായിരുന്ന ഫ്രാങ്ക് റയ്യാനെ വെറുതെ വിടാൻ തീരുമാനിക്കുകയാണ്. പരസ്പരം പിരിയുന്നതിനു മുമ്പ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളെപ്പോലുള്ളവരെ ഇനിയും ആവശ്യമുണ്ട് എന്ന് ഫ്രാങ്ക് പറയുകയും ചെയ്തു. എന്നെങ്കിലും വീണ്ടും കാണാം എന്ന് യാത്ര പറഞ്ഞ് റയ്യാൻ ആ നഗരം വിട്ട് പോരുവാൻ തുടങ്ങി. റയ്യാന്റെ ക്രിമിനലുകൾക്കെതിരെയുള്ള വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.